സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെപ്പോലെ കണ്ട് പരിപാലിക്കുന്ന മലമ്പുഴയിലുള്ള ആനന്ദഭവനിലെ തിരുക്കുടുംബ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ മാതാപിതാക്കളും സഹോദരിമാരായും മാറുകയാണ്. 1968 ജനുവരി 6-നാണ് തിരുക്കുടുംബ സന്യാസിനിമാർ മലമ്പുഴയിൽ അഡോപ്ഷൻ സെന്റർ ആരംഭിച്ചത്. ഇതുവരെ 550 കുട്ടികളെ ആനന്ദഭവനിൽ നിന്നും ദത്തെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ വഴി എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവർ അമ്മയായി മാറുകയാണ്. ദത്തെടുക്കപ്പെടുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാ വർഷവും ക്ലാസുകളും കൗൺസിലിംഗുകളും നൽകാറുണ്ടെന്ന് ഹോളി ഫാമിലി അഡോപ്ഷൻ സെന്ററിന്റെ ഡയറക്ടർ സിസ്റ്റർ രഞ്ജിത ഷെക്കൈന ന്യൂസിനോട് പറഞ്ഞു. കുട്ടികൾക്ക് യാതൊരു അസുഖമില്ലാതെ ഞങ്ങൾ അവർ നോക്കുകയും അതുപോലെ തന്നെ കുട്ടികൾ ഒരുവിധം അവരുടെ ലീഗൽ ഫോർമാലിറ്റീസ് അവരുടെ ശരിയായി കഴിയുമ്പോൾ അവർ അബാൻഡൻ ചെയ്ത് സറണ്ടർ ചെയ്ത് വരുന്ന കുട്ടികൾ ലീഗലി ഫ്രീ ആയി കഴിയും. അതായത് ഇവർക്ക് അഡോപ്ഷൻ ചെയ്ത പാരൻസിന് എടുക്കുന്ന സമയം വരുമ്പോൾ സാറ ഏജൻസി, അതായത് സ്റ്റേറ്റ് അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി വഴിക്ക് ഈ കുട്ടികളെ അഡോപ്ഷനായിട്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങളെ സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത ഏജൻസി വഴിയാണ് ദത്തെടുക്കാൻ സാധിക്കുക. ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കാനായി 2 മാസം വരെ കാത്തിരിക്കാറുണ്ടെന്നും 52 വർഷത്തിനിടയിൽ 100ഓളം കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കൾ വന്ന് തിരികെ കൊണ്ടുപോയ സംഭവങ്ങളുണ്ടെന്നും കുട്ടികളെ പരിപാലിക്കുന്നതിന് നേതൃത്വം വഹിക്കുന്ന സിസ്റ്റർ സാലി ജെയിംസ് പറഞ്ഞു. അവിഹിത ബന്ധത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴിയായിട്ടാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നത്. സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ 2 മാസം വരെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ അഡോപ്ഷന് വേണ്ടി കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നു. അത് അതായത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിക്കാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതൃത്വത്തിന്റെ മാതൃകയും ഉദാഹരണവുമാണ് ഈ തിരുക്കുടുംബ സന്യാസിനിമാരുടെ പ്രവർത്തനങ്ങൾ. മലമ്പുഴയിലെ ആനന്ദഭവനിലെത്തുന്ന കുഞ്ഞുങ്ങൾ അനാഥരല്ല. അവർക്ക് എല്ലാമെല്ലാമായി മാറുന്ന സന്യാസിനിമാരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. കാട്ടിലും തൊട്ടവാടി മുള്ളുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളും കുപ്പത്തൊട്ടിയിൽ നിന്ന് ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞുങ്ങൾ വരെ ഈ സന്യാസിനിമാരുടെ കരങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടില്ലെങ്കിലും മാതൃത്വത്തിന്റെ മഹനീയ മാതൃകയായി മാറുകയാണ് ഈ തിരുക്കുടുംബ സന്യാസിനിമാർ. പാലക്കാട് ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ആനന്ദഭവനിൽ നിന്നും ക്യാമറമാൻ ദിബിൻ മോഹനൊപ്പം അജീഷ് പാലാത്ര, ഷെക്കൈന ന്യൂസ്.